രാജ്യത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ വീണ്ടും വലിയ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായിരിക്കുക. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ പ്രവേശന പരീക്ഷ ഇപ്പോൾ കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിരിക്കുകയാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന രജിസ്ട്രേഡ് സൊസൈറ്റിയാണ്. അത് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലാണ്. കഴിഞ്ഞ 2017 മുതൽ ദേശീയ മത്സര പരീക്ഷകൾ നടത്തുന്നു. ഈ ഏജൻസി നേരത്തെ 2021-ലും 2023-ലും 2025-ലും ഒക്കെ നടത്തിയ പരീക്ഷകളിൽ വ്യാപകമായ ക്രമക്കേട് ആരോപിക്കപ്പെട്ടിരുന്നു. പക്ഷേ അവയൊന്നും വ്യക്തമായി തെളിയിക്കപ്പെട്ടില്ല. ഇപ്പോഴിതാ വളരെ വ്യക്തമായി തന്നെ പ്രവേശന പരീക്ഷ, നീറ്റ് പരീക്ഷ നടത്തുന്നതിന് തൊട്ടു മുമ്പ് തന്നെ അവരുടെ ചോദ്യപേപ്പറുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ റാക്കറ്റുകളുടെ ചോദ്യപേപ്പർ റാക്കറ്റുകളുടെ കയ്യിലെത്തിയിട്ട് അത് വിദ്യാർത്ഥികൾക്ക് വലിയ വിലക്ക് വിറ്റു എന്ന തെളിവ് സഹിതമുള്ള പ്രശ്നം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ CBI അന്വേഷണം നടത്തിയപ്പോൾ ആദ്യം തന്നെ കണ്ടത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് നേരിട്ടിത് ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പൂനെയിലുള്ള PV കുൽക്കർണി എന്ന അധ്യാപകൻ, അദ്ദേഹം ഒരു കെമിസ്ട്രി അധ്യാപകനാണ്. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നതിൽ പാനലിലുള്ള ആളാണ്. മനീഷ മന്ധാരെ എന്ന അടുത്ത അധ്യാപിക, അവർ ബോട്ടണി അധ്യാപികയാണ്. അവരും ഈ പാനലിൽ ഉൾപ്പെടുന്നു. ഇവർ രണ്ടുപേരും പൂനെയിൽ വെച്ച് ഒരു രഹസ്യകേന്ദ്രത്തിൽ വെച്ചിട്ട് ധാരാളം വിദ്യാർത്ഥികളെ ഈ ചോദ്യപേപ്പറുകൾ വെച്ചുകൊണ്ട് അവരെ പ്രിപ്പയർ ചെയ്യിച്ചു എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനു പുറമെ ഈ ചോദ്യക്കടലാസുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ എൻട്രൻസ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റാക്കറ്റുകൾക്ക് വിതരണം ചെയ്തിട്ട് കോടിക്കണക്കിന് രൂപ ഈ ചോദ്യപേപ്പറുകൾ കൈപ്പറ്റിയെന്നുമാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്തരം പരീക്ഷകളുടെ വിശ്വാസയോഗ്യത നേരത്തെ തന്നെ വളരെ കുറവാണ്. അതിപ്പോൾ പൂർണ്ണമായും ഇല്ലാതായിരിക്കുകയാണ്. 22 ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ പരീക്ഷ എഴുതി. ആ പരീക്ഷ ഇപ്പോൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഈ വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതണം. അപ്പോൾ 2017 മുതൽ നടത്തിയിട്ടുള്ള പരീക്ഷകളിൽ നമ്മളിപ്പോൾ കാണുന്ന മുന്നിലുള്ള പല പരീക്ഷകളിലും ധാരാളം കുട്ടികൾ, അനർഹരായിട്ടുള്ള കുട്ടികൾ കയറിക്കൂടിയെന്ന് വിശ്വസിക്കാവുന്ന തെളിവുകളുണ്ടെന്നുള്ളതാണ്. അക്കാഡമിക് രംഗത്ത് വളരെ കഴിവ് കുറഞ്ഞ പല വിദ്യാർത്ഥികളും ഈ എൻട്രൻസ് പരീക്ഷയിൽ ഉയർന്ന റാങ്കുകൾ നേടി സർക്കാർ കോളേജുകളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷയുടെ വിശ്വാസയോഗ്യത തീരെ കുറവാണ്. കാരണം നമ്മുടെ മറ്റു പ്രധാനപ്പെട്ട പരീക്ഷകളെല്ലാം തന്നെ സർക്കാർ തലത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ UPSC നടത്തുന്നു. ഇപ്പോൾ IAS പരീക്ഷകൾ പോലുള്ളത് UPSC ആണ് നടത്തുന്നത്. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിൽ PSC പരീക്ഷകൾ നടത്തുന്നുണ്ട്. ഇവയെല്ലാം തന്നെ പാർലമെൻറ്റിനോട് നേരിട്ട് വിധേയത്വമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. പാർലമെൻറ്റ് സമിതികൾക്ക് ഇവിടെ പരിശോധന നടത്താനും അവരുടെ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അതിന് ഉത്തരവാദിത്വം പാർലമെൻറ്റിനുണ്ട്. നേരെ മറിച്ച് ഈ ഏജൻസി NTA എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ഒരു കോപ്പറേറ്റീവ് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൊസൈറ്റി, നമ്മുടെ സാധാരണ കോപ്പറേറ്റീവ് സൊസൈറ്റി, നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെയുള്ള ചിട്ടി നടത്തുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികൾ മുതലുള്ള സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തതുപോലെ ഒരു രജിസ്റ്റർ ചെയ്ത സ്ഥാപനം. ആ സമിതിയെക്കുറിച്ച് വലിയ ആരോപണങ്ങൾ ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള പാർലമെൻ്ററി സമിതി ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ദിഗ്വിജയ് സിംഗ് അധ്യക്ഷനായിട്ടുള്ള പാർലമെൻ്ററി കമ്മിറ്റി അന്വേഷണം നടത്തിയപ്പോൾ ഏജൻസി പല കാര്യങ്ങളിലും നിയോഗിച്ചിരിക്കുന്നത് സെൻറ്ററുകൾ നടത്തിപ്പാനാണ്, പരീക്ഷാ സെൻറ്ററുകൾ നടത്തിപ്പിലും അതുപോലെ തന്നെ മറ്റു ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നതിലും ഉത്തരക്കടലാസ് നോക്കുന്നതിലുമൊക്കെ പല ആരോപണ വിധേയരായ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏജൻസികളുടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇത്തരം പരിപാടികൾ നടത്തുന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആ ആരോപണത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തള്ളിയിരിക്കുകയാണ്. അതായത് പാർലമെൻ്ററി കമ്മിറ്റിയാണ് അന്വേഷിച്ചത്. അതിൽ ഭൂരിഭാഗം മെമ്പർമാരും, അത് 30 മെമ്പർമാരിൽ 17 മെമ്പർമാരും BJPയിൽ നിന്ന് തന്നെയാണ്. അത്തരം ഒരു കമ്മിറ്റി തന്നെയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതേസമയം തന്നെ സർക്കാർ നിയോഗിച്ച കമ്മിറ്റി, മുൻ ISRO ചെയർമാൻ ഡോക്ടർ K രാധാകൃഷ്ണൻ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയും ഇത് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പരീക്ഷാ ഏജൻസിക്ക് എത്രത്തോളം വിശ്വാസ്യതയുണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. കാരണം തികച്ചും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ്, അഴിമതികൾ നിറഞ്ഞതാണ് ഈ സംവിധാനമെന്ന് തന്നെ നമുക്ക് ബോധ്യമാവുന്നു. പിന്നെ അടുത്ത ഒരു ചോദ്യം വരുന്നത്, എന്തിനാണ് അഖിലേന്ത്യാ തലത്തിൽ ഇത്തരം മത്സര പരീക്ഷകൾ നടത്തിക്കൊണ്ട് പ്രൊഫഷണൽ കോളേജുകളിലേക്കുള്ള വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? മുൻപ് ഇങ്ങനൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല. ആ കാലത്ത്
വളരെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് കൃത്യമായ അഡ്മിഷൻ ലഭിച്ചിരുന്നു. ഇപ്പോൾ നമുക്കറിയാം CBSE, ICSE അതുപോലെ സ്റ്റേറ്റ് സിലബസുകൾ, ഇതിലെല്ലാം വിദ്യാർത്ഥികൾ 12ാം ക്ലാസ് പരീക്ഷ പാസ്സാവുന്നു. ആ പരീക്ഷയിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള ടോട്ടൽ മാർക്കും അതുപോലെ ഇപ്പോൾ മെഡിസിനാണ് പോകുന്നതെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങളിലെ മാർക്കും കൂടി ചേർത്തുകൊണ്ട് ഒരു അടിസ്ഥാന മാർക്ക് നിശ്ചയിച്ചിട്ട് ആളുകളെ എടുത്തുകൂടെ? അതുപോലെ എഞ്ചിനീയറിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വെച്ചുകൊണ്ട് കുട്ടികളെ സെലക്ട് ചെയ്തുകൂടെ? എന്താണ് അതിലൊരു കുഴപ്പം? അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന, അതായത് വിവിധ ബോർഡുകൾ, പരീക്ഷാ ബോർഡുകൾ 12ാം ക്ലാസ്സിൽ നടത്തിയിട്ടുള്ള പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെ നേരിട്ട് തന്നെ ഈ കോളേജുകളിലേക്ക് പരിഗണിച്ചാൽ എന്താണ് പ്രശ്നമുണ്ടാകുന്നത്? എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു പരീക്ഷ നടത്തുന്നത്? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ കോച്ചിങ് സെൻറ്ററുകളിൽ പോകാൻ സാധിക്കില്ല. വലിയ ചിലവ് വരുന്ന കാര്യമാണ് ഈ കോച്ചിങ് സെൻറ്ററുകൾ. ഇപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കാണുന്നത് നമ്മൾ പ്രധാനപ്പെട്ട പല കോച്ചിങ് സെൻറ്ററുകളിലും, ഇപ്പോൾ രാജസ്ഥാനിലെ കോട്ടയിലാണ് അത്ര വലിയ കോച്ചിങ് സെൻറ്റർ ഉള്ളത്. അതുപോലെ കേരളത്തിലും പല സ്ഥലത്ത് ഇത്തരത്തിലുള്ള കോച്ചിങ് സെൻറ്ററുകളുണ്ട്. ഈ കോച്ചിങ് സെൻറ്ററിൽ പഠിച്ചവരിലാണ് ഭൂരിപക്ഷവും കുട്ടികൾ ഈ പരീക്ഷ പാസ്സാവുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, സാധാരണക്കാരായ കുട്ടികൾക്ക് ഈ പരീക്ഷകൾ പാസ്സാകാനുള്ള അവസരം ഇല്ലാതാവുകയാണ്. മിടുക്കരായ വിദ്യാർത്ഥികൾ പരീക്ഷ 12ാം ക്ലാസ് പരീക്ഷ വലിയ മാർക്കോടുകൂടി പാസ്സാകുന്ന വിദ്യാർത്ഥികൾ, അവരെ തിരഞ്ഞെടുത്താൽ എന്താണ് കുഴപ്പം? ആ പരീക്ഷകൾക്ക് കൂടുതൽ വിശ്വാസ്യതയില്ലേ? ഇപ്പോൾ CBSE നടത്തുന്ന ബോർഡ് നടത്തുന്നതായാലും അതുപോലെ തന്നെ സംസ്ഥാന പരീക്ഷാ ബോർഡുകൾ നടത്തുന്നതായാലും ആ പരീക്ഷയ്ക്ക് വലിയ വിശ്വാസ്യതയുണ്ട്. ആ പരീക്ഷയിൽ വലിയ മാർക്കുകൾ നേടുന്ന കുട്ടികളെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പരിഗണിച്ചാൽ എന്താണ് കുഴപ്പം? തമിഴ്നാട്ടിൽ ആ രീതിയല്ലേ തുടരുന്നത്? തമിഴ്നാട്ടിലെ സ്റ്റേറ്റ് കോട്ടയിൽ ആ രീതിയാണ് തുടരുന്നത്. അതേ രീതി തന്നെ തുടർന്നാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇത്രയധികം കുട്ടികൾക്ക് പാഴ്ചെലവുണ്ടാക്കുന്ന, ധനികരായ കുട്ടികൾക്ക് മാത്രം പഠിക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിൽ കോച്ചിങ് സെൻറ്ററുകളിൽ നിന്ന് വരുന്ന കുട്ടികൾ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യ അവസരത്തിലേക്ക് എത്തിച്ചേരുന്നത്? അപ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് തുല്യ അവസരം ലഭിക്കാതിരിക്കുന്ന സാഹചര്യമാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ അഴിമതിക്ക് വളം വെച്ച് കൊടുക്കുന്ന ഈ പരീക്ഷകൾ, ഈ മത്സര പരീക്ഷ നടത്തേണ്ടതുണ്ടോ? ഇത് നടത്തിയില്ലെങ്കിൽ എന്താ കുഴപ്പം? നടത്തിയില്ല ഒരു കുഴപ്പമില്ല. ആ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് അഡ്മിഷൻ ലഭിക്കും. അതൊഴിവാക്കിയിട്ട് ഇങ്ങനെ ഈ മത്സര പരീക്ഷകൾ എന്നൊരു സംവിധാനം കൊണ്ടുവന്നത് തന്നെ ഈ അഴിമതിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അതിലാർക്കും തെറ്റു പറയാൻ പറ്റില്ല. ഈ കോച്ചിങ് സമ്പ്രദായവും അതുപോലെ തന്നെ അതിൽ വരുന്ന വിജയവും വലിയ മത്സരമാണ് ഉണ്ടാക്കുന്നത്. അതിലുള്ള സാമ്പത്തിക ലാഭം കണക്കിലെടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഈ ചോദ്യപേപ്പറുകൾ ചോർത്താനും അതുപോലെ അത് വിദ്യാർത്ഥികൾക്ക് വലിയ വിലക്ക് വിൽക്കാനുമുള്ള ശ്രമങ്ങൾ ഇനിയും നടക്കും. അപ്പോൾ ഇത് പൂർണ്ണമായി ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് ഈ ഒരു സമ്പ്രദായം തന്നെ പൂർണ്ണമായും എടുത്തു കളയുക. വിദ്യാർത്ഥികൾക്ക് +2 ലഭിച്ചിട്ടുള്ള മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നൽകുക എന്നുള്ളതാണ്.